മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുന്ന സമയത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ വീട് മുഴുവനും ശത്രുക്കൾ ആയുധം പിടിച്ചുകൊണ്ട് വളഞ്ഞിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ വീടിനകത്ത് കിടക്കുകയാണ്. ശത്രുക്കൾ മുഴുവനും തന്റെ വീട് വളഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകന് കടന്ന സ്ഥലത്ത് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ വിരിപ്പിൽ പിടിച്ച് കിടത്തിയിട്ട് ഖുർആനിലെ സൂറത്ത് യാസീനിലെ ഒരു ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണെടുത്ത് വീട് വളഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ മുന്നിലിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഇറങ്ങി പോവുകയാ. അല്ലാഹുവേ, നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എന്റെ തോളിലേക്ക് കേറി നബിയേ, എന്റെ തോളിലേക്ക് കേറി നബിയേ. ഈ മരുഭൂമിയിലൂടെ നടന്നു പോയാൽ ശത്രുക്കൾ നമ്മുടെ കാൽപാടുകൾ പിന്തുടർന്നു വന്ന് നമ്മളെ പിടിക്കും നബിയേ, എന്റെ തോളില് കേറി നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ തോളിലെടുത്ത് വെച്ചിട്ട് ചരിത്രം പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് തങ്ങള് അല്ലാഹുവിന്റെ റസൂലിനെ ചുമലിലെടുത്ത് വെച്ചിട്ട് നടന്നത് എങ്ങനെയെന്നറിയുമോ? നമ്മൾ നടക്കുന്നത് പോലെയല്ല. ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും. ഒരു കാലിങ്ങനെ വെക്കും, രണ്ടാമത്തെ കാല് വിപരീതം വെക്കും. ഇതുപോലെ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് നടന്നു പോവുകയാ. കുറച്ചങ്ങ് മുന്നോട്ട് നടന്നു കഴിയുമ്പോ റസൂലുള്ളാഹിന്റെ തോളിൽ വെച്ചിട്ട് തിരിച്ച് നടക്കുകയാണ്. കാരണം കാൽപാദം മായ്ച്ചു കളയുകയാ, കാലിന്റെ അടയാളങ്ങൾ മായ്ച്ചു കളയുകയോ. ഇതുപോലെ അല്ലാഹുവിന്റെ പ്രവാചകനെ കൊണ്ടുപോയി സൗറഗുഹയ്ക്കകത്ത് 3 ദിവസത്തോളം അല്ലാഹുവിന്റെ റസൂല് വിശപ്പ് സഹിച്ചിട്ട് അതിനകത്ത് പട്ടിണി കിടന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവര് അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാ, ഭയം കൊടുത്ത് പരീക്ഷിക്കുകയോ. അത് നിന്നെ ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണല്ലോ, അന്ത്യദിനത്തില് വിശ്വസിക്കുന്നവരാണല്ലോ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മുടെ രാജ്യം ആര് ഭരിക്കട്ടെ, ശത്രുക്കളെ മുഴുവനും ഒറ്റക്കെട്ടായിട്ട് നമുക്കെതിരെ തിരിയട്ടെ. നമ്മൾ ആരെയാ പേടിക്കേണ്ടത്? നമ്മൾ മരണവും കാത്തിരിക്കുന്നവരല്ലേ. ബാങ്കും വിളിച്ചു ഇഖാമത്തും കൊടുത്തു കളഞ്ഞു, ഇനി ഇമാമ് കേറി നിൽക്കുന്ന സമയമല്ലേ. എന്റെ പ്രിയമുള്ളവരെ, കോതമംഗലത്തിലേക്ക് പോകാൻ, ചെറുവട്ടൂരിലേക്ക് പോകാ, ബസിൻകാത്ത് റോഡിൽ നിൽക്കുന്ന ഞാനും നിങ്ങളും ആരെ ഭയപ്പെടാനോ? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒരുത്തരെയും പേടിക്കാൻ പാടില്ല. നമ്മളൊക്കെ മുസ്ലിമീങ്ങളാണ്. ആരൊക്കെ നമുക്ക് എതിരെ തിരിഞ്ഞാലും നമുക്കൊന്നുമില്ല. നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ, നമ്മൾ ദജ്ജാലിനെ കാത്തിരിക്കുന്നവരാ. അസ്റായീൽ എപ്പോഴാണ് വരുന്നത്? ആ വരുന്ന സമയത്ത് നടുറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് ചത്തുപോയാൽ എന്റെ പ്രിയമുള്ളവരെ, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിട്ട് റോഡിൽ കിടന്ന് മരിച്ചാൽ ആ മരിക്കുന്ന സമയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് മരിക്കാൻ കാത്തിരിക്കുന്ന മുസ്ലിമീങ്ങളല്ലേ. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? എന്റെ പ്രിയമുള്ളവര്, ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കാലിന്റെ അടിയിൽ 5 നേരം നിസ്കരിച്ച് പടച്ചവനെ പേടിച്ച് ജീവിക്കുന്ന ഈ ചെറുവട്ടൂരിലെ ഒരു പാവപ്പെട്ടവന്റെ കാലിന്റെ അടിയിൽ ഒരു പിടി മണ്ണിന് ആറ്റം ബോംബിനെക്കാൾ പവറുള്ളതാക്കാൻ കഴിവുള്ള റബ്ബല്ലേ നമ്മുടെ കൂടെ. നമ്മൾ ആരെയാ ഭയപ്പെടുന്നത്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് ഓർമ്മപ്പെടുത്തുകയോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ പരീക്ഷണം പേടിയാണ്.